നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വേതന വർധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുമായി ഇനി ചർച്ചയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമരം ഇന്നലെ 100 ദിവസം പിന്നിട്ടിരുന്നു. സർക്കാരിൻ്റെ പിടിവാശിയിൽ പ്രതിഷേധിച്ച് 100 പന്തങ്ങൾ കൊളുത്തിയ ആശാവർക്കർമാർ തലസ്ഥാനത്ത് പ്രതിഷേധ ജ്വാല നടത്തി. അതേസമയം ആശാമാരുടെ ധർമ്മസമരത്തിന് കേരള മനസാക്ഷിയുടെ പിന്തുണയുണ്ടെന്നും സർക്കാർ കാണിക്കുന്ന ക്രൂരത ജനം സഹിക്കില്ലെന്നും സമരപ്പന്തലിലെത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനത്തിൻ്റെയും സാമൂഹ്യ പുരോഗതിയുടെയും 9 വർഷമാണ് കടന്നുപോയതെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. LDF സർക്കാരിൻ്റെ ലക്ഷ്യം വികസനമാണെന്നും വെള്ളിയാഴ്ച സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത കഴിഞ്ഞ 4 വർഷത്തെ രണ്ടാം പിണറായി സർക്കാരിനെ ഇതിലും മെച്ചപ്പെട്ട വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്താനാവില്ലെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. സർവ്വമേഖലകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി തന്നെ മാസപ്പടി വാങ്ങുന്ന ഒരു മന്ത്രിസഭയെക്കുറിച്ച് കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ദേശീയ പാതകളിലെ തകർച്ച വിശദമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയപാത അതോറിറ്റിയുമായി ആലോചിച്ച് നിർമ്മാണത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം നിർമ്മാണ ചുമതല കേന്ദ്രത്തിനാണെന്ന് ഇടത് സൈബർ ഹാൻഡിലുകളുടെ പ്രതിരോധം വാർഷിക നാളിലെ റോഡ് തകർച്ച പ്രതിപക്ഷത്തിന് കിട്ടിയ മികച്ച ആയുധമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ദേശീയപാതയിലെ തകർച്ചയ്ക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വയലും നീരൊഴുക്കും ഇല്ലാതാക്കിയുള്ള നിർമ്മാണമാണ് തകർച്ചയ്ക്കുള്ള കാരണമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവത്തിലാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. സ്വർണമാല കാണാതായ സംഭവത്തിൽ ദളിത് സ്ത്രീയെ അന്യായമായ കസ്റ്റഡിയിൽ വെച്ച് മാനസികമായി പീഡിപ്പിച്ചതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. CM ഓഫീസിൽ വന്നപ്പോൾ പരിശോധിക്കാമെന്നാണ് പറഞ്ഞതെന്ന് പരിശോധനയ്ക്കുള്ള കാലതാമസം മാത്രമേ CM ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂവെന്നുമാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പേരൂർക്കടയിൽ ദളിത് സ്ത്രീയെ മോഷണം കുറ്റം ആരോപിച്ച് അന്യായമായി കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ കൂടുതൽ നടപടികൾ. ബിന്ദുവിനെ കസ്റ്റഡിയിൽ അപമാനിച്ച സംഭവത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ ASI പ്രസന്നനെയും സസ്പെൻഡ് ചെയ്യും. കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്യാൻ കമ്മീഷണർ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 4 ജില്ലകളിൽ റെഡ് അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിൽ മഴ അതിശക്തമായിരിക്കെയാണ് കനത്ത ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇടിയോടും കാറ്റോടും കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. വാഗ അതിർത്തിയിലടക്കം 3 ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങുകൾ വീണ്ടും തുടങ്ങി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മെയ് 9-നാണ് വാഗ, അട്ടാരി, ഉസൈനിവാല, സദ്കി എന്നീ സംയുക്ത സൈനിക പോസ്റ്റുകളിലെ ബീറ്റിംഗ് റീട്രീറ്റ്മെന്റ് ചടങ്ങുകൾ BSF നിർത്തിവച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അതിർത്തിയിൽ സമാധാനം തുടരുന്ന സാഹചര്യത്തിൽ ബീറ്റിംഗ് ദ റീട്രീറ്റ് വീണ്ടും തുടങ്ങിയത്. പക്ഷേ ഗേറ്റുകൾ അടച്ചിട്ട നിലയിലായിരിക്കുമെന്ന് മാത്രം. രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് പാകിസ്ഥാൻ ഭാഷയെന്ന് BJP നേതാവ് അമിത് മാളവ്യ ആരോപിച്ചു. ഇന്ത്യൻ വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് ചോദിക്കുന്ന രാഹുലിന് പാക് വിമാനങ്ങളെക്കുറിച്ച് മിണ്ടാട്ടമില്ലെന്നും പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ നിഷാനി പാകിസ്ഥാനാണോ രാഹുലിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പരിഹസിച്ചു. രാഹുലിൻ്റെയും അസീം മുനീറിൻ്റെയും മുഖം ചേർത്തുള്ള ചിത്രവും അദ്ദേഹം പുറത്തുവിട്ടു. പാകിസ്ഥാനിലെ അണക്കെട്ട് നിർമ്മാണം വേഗത്തിലാക്കുമെന്ന പ്രഖ്യാപനവുമായി ചൈന. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച സാഹചര്യത്തിലാണിത്. ഖൈബർ പക്തൂഖയിൽ മഹ്മന്ദ് എന്ന അണക്കെട്ടിൻ്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ ചൈന തീരുമാനിച്ചതായി ചൈനയുടെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ചൈന സെൻട്രൽ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു.
പാക് ഭീകരതയെക്കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രതിനിധികളുടെ പേര് മന്ത്രി കിരൺ റിജ്ജു ചോദിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് പറഞ്ഞു. റിജ്ജു രാഹുൽ ഗാന്ധിയോടും മല്ലികാർജ്ജുന ഖാർഗെയോടും സംസാരിച്ചുവെന്നും അതനുസരിച്ചാണ് രാഹുൽ ഗാന്ധി 4 പേരെ നിർദ്ദേശിച്ചതെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. എറണാകുളം മുഴിക്കുളത്ത് 3 വയസ്സുകാരി കല്യാണിയെ പുഴയിലെറിഞ്ഞു കൊന്നത് താനാണെന്ന് അമ്മ സന്ധ്യ സമ്മതിച്ചെന്ന് പോലീസ്. എന്തിനു കൊന്നു എന്ന ചോദ്യത്തിൽ ഞാൻ കൊന്നു എന്ന് ഭാവഭേദമില്ലാതെ മറുപടി നൽകിയെന്നും സന്ധ്യയുടെ മാനസിക നില പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. മാനസികാരോഗ്യ വിദഗ്ധൻ സ്റ്റേഷനിലെത്തി സന്ധ്യയെ പരിശോധിക്കും. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നമില്ലെന്നും മുൻപും കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും കുട്ടിയുടെ അച്ഛൻ സുഭാഷ് പറഞ്ഞു. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേക്ക് മുറിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് പുറമെ മന്ത്രിമാരായ കെ രാജൻ, പി രാജീവ്, കെ കൃഷ്ണൻകുട്ടി, റോഷി അഗസ്റ്റിൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കെ ബി ഗണേഷ് കുമാർ എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പരിപാടിക്ക് ശേഷം വിമാനത്താവളത്തിൽ തന്നെ മന്ത്രിസഭാ യോഗവും ചേർന്നു. പേരൂർക്കട പോലീസ് ദളിത് സ്ത്രീയെ അന്യായമായി കസ്റ്റഡിയിൽ വെച്ച സംഭവത്തിൽ പോലീസുകാർക്ക് മുന്നറിയിപ്പുമായി ADGP. മാന്യമായി പെരുമാറിയില്ലെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്ന് വീണ്ടും മുന്നറിയിപ്പ് നൽകി. മാല കാണാതായ സംഭവത്തിൽ തുടരന്വേഷണം നടത്താനും ADGP H. വെങ്കിടേഷ് നിർദ്ദേശം നൽകി. കനത്ത മഴയ്ക്ക് പിന്നാലെ കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലെ സർവീസ് റോഡ് ഇടിഞ്ഞു. ഇതുവഴിയുള്ള ഗതാഗതം വഴിതിരിച്ചുവിട്ട് മലപ്പുറത്ത് ദേശീയപാതയിൽ തലപ്പാറയിലും റോഡ് വിണ്ടു കീറിയത് കണ്ടെത്തി. നാദാപുരം വാളയത്ത് ശക്തമായ മഴയിൽ വാളയം അച്ചം വീട്ടിൽ മിനി സ്റ്റേഡിയത്തിൻ്റെ മതിൽ തകർന്നു. തൊട്ടടുത്ത വീട്ടുപറമ്പിലേക്കാണ് മതിൽ പതിച്ചത്. ഈ സമയം ആളുകളൊന്നും സ്ഥലത്തില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. പ്രായപൂർത്തിയാവാത്ത 4 കുട്ടികൾ ഒരു സ്കൂട്ടറിൽ പോകവേ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മുന്നിൽപ്പെട്ടതോടെ വാഹന ഉടമകളുടെ ലൈസൻസ് റദ്ദാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. പത്തനാപുരത്ത് കുടുംബശ്രീയുടെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ. വന്യമൃഗ സംരക്ഷണ നിയന്ത്രണത്തിന് ലോകത്താകെ നടപ്പാക്കുന്ന നായാട്ട് പോലത്തെ നടപടിക്രമങ്ങളാണ്. ഇന്ത്യയിലും ഇതിന് അനുമതി വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളയിൽ ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ അതിന് പാരവെച്ചത് കേരളത്തിലെ BJP നേതൃത്വമാണെന്ന് പരോക്ഷമായി പറയുകയും ചെയ്തു. 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൽ വികസന പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളുടെ വാർഡ് വിഭജനം പൂർത്തിയായ. വാർഡുകൾ വിഭജിച്ചതിൻ്റെ അന്തിമ വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കി. ഇതോടെ സംസ്ഥാനത്ത് 1375 വാർഡുകളാണ് പുതുതായി ഉണ്ടായത്. ഇതിൽ ഏറ്റവും അധികം വാർഡുകളുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 223 വാർഡുകളാണ് പുതുതായി ഉണ്ടായത്. ഏറ്റവും കുറവ് വാർഡുകൾ പുതുതായി ഉണ്ടായത് വയനാട് ജില്ലയിലാണ്, 37 എണ്ണം. പുതിയ വാർഡുകൾ വന്നതോടെ സംസ്ഥാനത്ത് 941 ഗ്രാമപഞ്ചായത്തുകളിലായി 17,337 വാർഡുകൾ ഉണ്ടാകും. കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ് കണക്ഷനായ K-ഫോണിന് 1 ലക്ഷത്തിലധികം ഉപഭോക്താക്കളായെന്ന് സർക്കാർ അറിയിച്ചു. ആലപ്പുഴ പൂച്ചക്കാലിൽ സ്വകാര്യ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്നും 2 പെൺകുട്ടികളെ കാണാതായി. സൂര്യ അനിൽകുമാർ 15, ശിവകാമി 16 എന്നിവരെയാണ് കാണാതായത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.